ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുരുഷ ഹോർമോണായിട്ടുള്ള നമ്മുടെ ടെസ്റ്റസ്റ്ററോൺ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാം, എങ്ങനെ നാച്ചുറലായിട്ട് കൂട്ടാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. ഓക്കെ, അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണുക. അപ്പം കുറച്ച് വർക്കൗട്ടുകളാണ് ഞാൻ കാണിച്ചു തരുന്നത്, നമുക്ക് നാച്ചുറലി ടെസ്റ്റസ്റ്ററോൺ ബൂസ്റ്റ് ചെയ്യാനുള്ള. അപ്പം ഒരു 40 വയസ്സിന് ശേഷം നമുക്ക് സ്വാഭാവികമായിട്ടും ടെസ്റ്റോസ്റ്ററോൺ പുരുഷന്മാരിൽ കുറയാറുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഇപ്പം അതിന് മുമ്പായിട്ട് തന്നെ ഈ ഒരു ഹോർമോണിൻ്റെ അളവ് കുറയുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ജീവിതശൈലികൾ കൊണ്ടും ഫാസ്റ്റ് ഫുഡുകൾ കൊണ്ടും മറ്റുള്ള ദുശീലങ്ങൾ കൊണ്ടുമൊക്കെ ടെസ്റ്റോസ്റ്ററോൺ നല്ല രീതിയിൽ കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം ടെസ്റ്റോസ്റ്ററോൺ കുറഞ്ഞുള്ള ഏറ്റവും വലിയ പ്രശ്നങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ മസിൽസിൻ്റെയൊക്കെ വളർച്ച കുറയുന്നതായിട്ടാണ് കാണുന്നത്. രണ്ടാമതെന്ന് വെച്ചാൽ നമുക്ക് മുടി കൊഴിച്ചിലുണ്ടാകും, കഷണ്ടിയൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പല പല പ്രശ്നങ്ങൾ, ഗൈനക്കോമാസ്റ്റിയ പോലുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് നാച്ചുറലി നമ്മുടെ വീട്ടിൽ തന്നെ കുറച്ച് വർക്കൗട്ടുകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ആ ടെസ്റ്റോസ്റ്ററോൺ, നമ്മുടെ ആ പുരുഷ ഹോർമോണിനെ നമുക്ക് നല്ല രീതിയിൽ തന്നെ നിലനിർത്തി കൊണ്ടുപോകാം. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ഹോർമോൺ പോയി ചെക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വർക്കൗട്ടിന് ശേഷം വീണ്ടും നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഒറ്റ മാസം കൊണ്ട് തന്നെ നല്ല മാറ്റം വരുന്ന വർക്കൗട്ടുകളാണ്. നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന വർക്കൗട്ടുകളൊക്കെ തന്നെയാണ്. ഒരു 5 വർക്കൗട്ടുകളാണ് ഞാൻ കാണിച്ചു തരുന്നത്. നിങ്ങൾ ദയവായിട്ട് അങ്ങനെയുള്ള പ്രശ്നമുള്ളവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വർക്കൗട്ട് ആരംഭിക്കാം. ഓക്കെ, അപ്പം ആദ്യത്തെ വർക്കൗട്ട് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത് സുമോ സ്ക്വാട്ട് എന്ന് പറയുന്നൊരു വർക്കൗട്ടാണ്. ഒരല്പം കൂടെ ഞാൻ വേരിയേഷൻ വരുത്തിയിട്ടാണ് ഈ വർക്കൗട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, ഈ രീതിയിലാണ് നിങ്ങൾ ഈ വർക്കൗട്ട് ചെയ്യേണ്ടത്. അപ്പം ഇത് നിങ്ങൾ വളരെ സ്ലോയിലായിരിക്കണം ഈ വർക്കൗട്ട് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ ഈ വർക്കൗട്ടിൻ്റെ ശ്വാസോച്ഛ്വാസം കൃത്യമായിട്ട് ചെയ്യുക. കാരണം വെച്ചാൽ നിങ്ങൾ താഴോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് പതുക്കെ താഴുക. കണ്ടില്ലേ, ഇതാണ് വർക്കൗട്ട്. ബ്രീത്ത് ഇൻ ചെയ്യുക, അതിനുശേഷം മേളിലോട്ട് നിങ്ങൾ അപ്പ് ചെയ്യുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഓക്കെ, ഇത് വളരെ നല്ലൊരു വർക്കൗട്ടാണ് നമ്മുടെ ലോവർ ബോഡിക്ക്, പ്രത്യേകിച്ച് നമ്മുടെ കാലുകൾക്ക്, ഹാംസ്ട്രിങ്, ഗ്ലൂട്ട്സ്. നമുക്ക് ടെസ്റ്റോസ്റ്ററോൺ ബൂസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ലോവർ ബോഡിക്കാണ് വർക്കൗട്ട് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മുടെ ഹാംസ്ട്രിങ്, നമ്മുടെ ഗ്ലൂട്ട്സ് ഒക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് ടെസ്റ്റോസ്റ്ററോൺ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഈ വർക്കൗട്ട് നിങ്ങൾ ഒരു 15 റെപ്സിൻ്റെ ഒരു 3 സെറ്റെങ്കിലും നിങ്ങൾ ചെയ്യുക. ഓക്കെ, ആഴ്ചയിൽ 3 ദിവസമെങ്കിലും നിങ്ങൾക്ക് ഈ വർക്കൗട്ടുകൾ ചെയ്യാവുന്നതായിരിക്കും. 3 ദിവസം നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ രണ്ടാമത്തെ വർക്കൗട്ട് നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ലഞ്ചസ് എന്ന് പറയുന്ന ഒരു വർക്കൗട്ടാണ്. ഓക്കെ, നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബോഡി പോസ്ചറൊക്കെ കൃത്യമാക്കിയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഈ വർക്കൗട്ടും നിങ്ങൾ താഴോട്ട് ഇതേ കണക്ക് വരുന്ന സമയത്ത് ബ്രീത്ത് ഇൻ ചെയ്യുക, മേളിലോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക. നിങ്ങൾ ഒരു കാലിൽ നിങ്ങൾ ഒരു 15 റെപ്സ് വെച്ചിട്ട് ഈ വർക്കൗട്ട് ചെയ്യുക. 3 സെറ്റാണ് നിങ്ങൾ ഈ വർക്കൗട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് നിങ്ങളുടെ തൈസിനും അതിനൊക്കെ തന്നെ ഹാംസ്ട്രിങ്, ഗ്ലൂട്ട്സിനൊക്കെ വളരെ നല്ല ഒരു വർക്കൗട്ടാണ്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങളുടെ കാലുകളുടെയൊക്കെ ആ ഒരു ഗ്രോത്ത് എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നി ആയിട്ടുള്ള കാലൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അല്പം മസ്കുലറൊക്കെ ആക്കാനും വലുതാക്കാനും ഒക്കെ സഹായിക്കുന്ന വർക്കൗട്ടും കൂടിയാണിത്. ഓക്കെ, അതിലുപരിയായിട്ട് നമുക്ക് ടെസ്റ്റോസ്റ്ററോൺ ബൂസ്റ്റ് ചെയ്യാനുള്ള വർക്കൗട്ടും കൂടിയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം മൂന്നാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ഈ ഒരു പൊസിഷനിലോട്ട് ഇതേ കണക്ക് വന്നിട്ട് ഹോട്ട് സ്റ്റാൻസ് എന്നാണ് ഈ ഒരു പൊസിഷൻ്റെ പേര്. ഇങ്ങനെ നിങ്ങൾ നിന്നതിന് ശേഷം ഇതേ കണക്ക് ഒന്ന് മൂവ് ചെയ്യിപ്പിക്കുക ബോഡിയെ. കണ്ടില്ലേ, ഇതിൻ്റെ ഫുള്ള് ഒരു പവർ വരുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഒരു ഹാംസ്ട്രിങ്, ഗ്ലൂട്ട്സ് തൊട്ടായിരിക്കാം ഇതിൻ്റെ ഒരു ഫുൾ പവർ വരുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങളുടെ കാഫ് മസിലും നല്ല രീതിയിൽ ആക്ടിവേഷൻ ആവും. നിങ്ങളുടെ കാലുകൾക്ക് ഫുള്ളായിട്ട് നല്ല ഒരു ബലം കിട്ടാൻ സഹായിക്കുന്ന ഒരു വർക്കൗട്ട് കൂടിയാണിത്. ഓക്കെ, ഇങ്ങനെ മൂവ് ചെയ്യിപ്പിക്കുക. ഇങ്ങനെ നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് ഇങ്ങനെ മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ മൂവ് ചെയ്യിപ്പിക്കുക. അങ്ങനെ നിങ്ങൾ ഒരു 3 സെറ്റ് ചെയ്യുക. ഓക്കെ, അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് നമ്മുടെ സൈഡ് സ്ക്വാട്ട് എന്ന് പറയുന്നൊരു വർക്കൗട്ടാണ്. നിങ്ങൾ കൈ ഇതേ കണക്ക് നിങ്ങളുടെ തലയുടെ പുറകിൽ ഇങ്ങനെ പിടിച്ചതിന് ശേഷം കണ്ടില്ലേ, ഇതേ കണക്കാണ് നിങ്ങൾ ഈ വർക്കൗട്ട് ചെയ്യേണ്ടത്. വളരെ സ്ലോയിലായിരിക്കണം നിങ്ങൾ ഈ വർക്കൗട്ട് ചെയ്യേണ്ടത്. കാരണം നമ്മൾ ആ ഒരു മസിൽസിന് നല്ല രീതിയിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് വേണം വർക്കൗട്ട് ചെയ്യാൻ. ഓക്കെ, നിങ്ങളുടെ കാലുകളിലോട്ട് ശ്രദ്ധ കൊടുത്തുകൊണ്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ഈ വർക്കൗട്ട് ചെയ്യുന്ന വഴി നിങ്ങളുടെ ആ ഒരു ലോവർ ബാക്കിലോട്ടും ഒക്കെ ഉണ്ടാകുന്ന നിങ്ങളുടെ ആ ഒരു പെൽവിക്കിലോട്ടൊക്കെ നല്ല രീതിയിൽ ബ്ലഡ് സപ്ലൈ ഉണ്ടാക്കാൻ സഹായിക്കുന്ന വർക്കൗട്ട് കൂടിയാണിത്. ഓക്കെ ഫ്രണ്ട്സ്, വളരെ സാവധാനത്തിൽ ഈ വർക്കൗട്ടുകൾ നിങ്ങൾ ചെയ്താൽ മതി. അപ്പം ഈ വർക്കൗട്ട് നിങ്ങൾ ഒരു 15 റെപ്സ് വെച്ചിട്ട് ഒരു കാലിൽ നിങ്ങൾ 15 റെപ്സ് വെച്ചിട്ട് 3 സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഈ വർക്കൗട്ടുകൾ ഞാൻ പറഞ്ഞ കണക്ക് തന്നെ ആഴ്ചയിൽ 3 ദിവസം നിങ്ങൾക്ക് ചെയ്യാം. അതേ കണക്ക് തന്നെ നിങ്ങൾ നല്ല ഭക്ഷണവും കൂടെ കഴിക്കുക. തീർച്ചയായിട്ടും നാച്ചുറലായിട്ട് നമുക്ക് നമ്മുടെ ടെസ്റ്റോസ്റ്ററോൺ ബൂസ്റ്റ് ചെയ്യാനും നമ്മുടെ മസിൽസിൻ്റെയൊക്കെ വളർച്ച വേഗത്തിലാക്കാനും സഹായിക്കും. ഓക്കെ,
നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ജിമ്മിലൊക്കെ പോകുന്ന ചില ആൾക്കാർ സ്റ്റിറോയിഡ്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അവർ അൺനാച്ചുറലായിട്ട് അവർ സ്റ്റിറോയിഡ്സ് കുത്തിവെച്ചിട്ട് അവർക്ക് മസിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരങ്ങനെ ചെയ്യുന്നു. ഓക്കെ, തീർച്ചയായിട്ടും അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യാതിരിക്കുക. അടുത്ത വർക്കൗട്ട് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ ഒരു കാലുകൾ ഇതേ കണക്ക് അകത്തിയതിന് ശേഷം ഇതേ കണക്ക് നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യുക. ഇതും നിങ്ങൾ ഒരു 15 റെപ്സിൻ്റെ ഒരു 3 സെറ്റ് ചെയ്യുക. ഓക്കെ, ഇത്രയും വർക്കൗട്ടുകൾ ചെയ്താൽ തന്നെ നമ്മുടെ കാലുകൾക്കുള്ള ഫുൾ വർക്കൗട്ടുകളായി, നമ്മുടെ ലോവർ ബോഡിക്കുള്ള ഫുൾ വർക്കൗട്ടുകളായി. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബെനിഫിറ്റ് ആയിട്ടുള്ള വർക്കൗട്ടുകളാണ്. ഞാൻ പറഞ്ഞ കണക്ക് തന്നെ നിങ്ങൾ ടെസ്റ്റോസ്റ്ററോണിൻ്റെ നിങ്ങളുടെ ഒരു അളവ് നിങ്ങൾ പോയി ഒന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് കുറവാണെന്നുണ്ടെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ഈ വർക്കൗട്ടുകൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്കറിയാം ഇതിൻ്റെ ഒരു വ്യത്യാസം. ഈ വർക്കൗട്ടുകളുടെ നിങ്ങൾ നിത്യേന ഇത് ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അടിപൊളി പ്രയോജനം ലഭിക്കുന്ന വർക്കൗട്ടാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.